നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. ചിത്തിര മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളുടെ സെപ്റ്റംബർ മാസത്തെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി സെപ്റ്റംബർ മാസത്തെ ഗ്രഹനിലയെക്കുറിച്ച് ചിന്തിക്കാം. ഗുരു ഇടവത്തിൽ, ശനി കുംഭത്തിൽ, സർപ്പൻ മീനത്തിൽ, രവി സെപ്റ്റംബർ 16 വരെ ചിങ്ങത്തിൽ, അതിനുശേഷം കന്നിയിലേക്ക് രാശി മാറും. ബുധൻ സെപ്റ്റംബർ 4 ചിങ്ങത്തിലേക്ക് രാശി മാറും. സെപ്റ്റംബർ 23 കന്നിയിലേക്കും. ശുക്രൻ സെപ്റ്റംബർ 18 വരെ കന്നിയിൽ സ്ഥിതി ചെയ്യും. അതിനുശേഷം സ്വരാശിയായ തുലാമിലേക്ക് രാശി മാറും. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതിയും സഞ്ചാരവും അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. ആദ്യമായി തുലാൻ രാശിയെക്കുറിച്ച് സംസാരിക്കാം. ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. നിങ്ങൾക്ക് കർമ്മരംഗത്ത് നല്ലവണ്ണം ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. സ്ഥാനമാനങ്ങൾ ലഭിക്കും. തൊഴിൽ മേഖലയിൽ നേതൃത്വം വഹിക്കും. തൊഴിലിൽ മാറ്റമുണ്ടാകും. തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗങ്ങളിൽ പ്രശസ്തി ലഭിക്കും. ഏറ്റെടുക്കുന്ന ജോലികൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ. വരുമാനത്തിനനുസരിച്ച് ചെലവുകളും ഉണ്ടാകും. സർക്കാർ സഹായങ്ങൾ ലഭിക്കും. ആഡംബരത്തിന് വേണ്ടി പണം ചിലവാക്കും. മക്കളുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകും. ഭൂമിയോ ഗ്രഹമോ വാങ്ങാൻ തയ്യാറാകും. സന്താനങ്ങളുടെ വിവാഹത്തിനോ പഠനത്തിനോ വേണ്ടി പണം ചിലവാക്കേണ്ടി വരും. 11ാം ഭാവത്തിൽ നിർമ്മിതമായ നിപുണയോഗം നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നൈപുണ്യമുള്ളവരാക്കും. കിടപ്പുരോഗികൾക്ക് നല്ല ശമനമുണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ബന്ധുക്കളുടെ പ്രശംസയും അംഗീകാരവും ലഭിക്കും. വളരെ വർഷങ്ങളായി ആഗ്രഹിച്ച് നടക്കാതെ പോയ പല കാര്യങ്ങളും നടക്കും. കുടുംബസുഖം ലഭിക്കും. സെപ്റ്റംബർ 18 വരെ ആരോഗ്യം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വൻ വിജയം ലഭിക്കും. വിദേശ പഠനത്തിന് പോകാൻ കഴിയും. 7ാം ഭാവാധിപൻ 9ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദമ്പതികൾക്ക് സമയം അനുകൂലമാണ്. പ്രണയിക്കുന്നവർക്കും മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അത്ര സുഖകരമല്ല എങ്കിലും അതിനുശേഷം പൊതുവെ നിങ്ങൾക്ക് സമയം വളരെ നല്ലതാണ്. ദോഷശമനത്തിന് വേണ്ടി എല്ലാ ദിവസവും മഹാവിഷ്ണു ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുകയും ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക. അടുത്തതായി വൃശ്ചികൻ രാശി. വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. കർമ്മഭാവാധിപൻ കർമ്മഭാവത്തിൽ നിപുണ യോഗം ചെയ്തു നിൽക്കുന്നു. അധികാരസ്ഥാനങ്ങൾ ലഭിക്കും. ധനവർദ്ധന ഉണ്ടാകും. തൊഴിൽ രംഗത്ത് കൃത്യമായി ജോലികൾ ചെയ്യാൻ കഴിയും. അധികാരികളുടെ പ്രശംസ ലഭിക്കും. എഴുത്തു തൊഴിലാളികൾക്കും കലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്നവർക്കും നേട്ടങ്ങളുടെ സമയമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സമയം നല്ലത് തന്നെ. ഭൂമി ക്രയവിക്രയങ്ങളിൽ വൻപിച്ച വരുമാനം ലഭിക്കും. അഭിനയം, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. കുടുംബസ്വത്ത് കയ്യിൽ വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം ലഭിക്കും. മക്കളെ കൊണ്ട് മുതിർന്നവർക്ക് പ്രയോജനം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വിചാരിക്കുന്ന കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കും. ക്ഷേത്ര ദർശനം നടത്തും. സാധുക്കൾക്ക് സഹായം ചെയ്യും. ചെറിയ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുട്ടുവേദന, നടുവേദന തുടങ്ങിയ ചെറിയ അസുഖങ്ങൾ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സമയം നല്ലതാണ്. സെപ്റ്റംബർ 18 കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ദോഷശാന്തിക്ക് വേണ്ടി ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക. ഇനി അടുത്തതായി ധനുരാശിയാണ്. മൂലം, പൂരാട, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിപുണയോഗം ചെയ്തു നിൽക്കുന്നു. ഈ നിപുണയോഗം സെപ്റ്റംബർ 17 വരെയാണ് നിലനിൽക്കുന്നത്. കർമ്മരംഗത്ത് കാര്യങ്ങൾ സ്മൂത്തായി പോകും. ഭാഗ്യസ്ഥാനത്ത് നിപുണയോഗം നടത്തുന്നതിനാൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വ്യാപാരത്തിലും ഔദ്യോഗിക രംഗത്തും ഉയർച്ചയും പ്രൊമോഷനും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കും. അവസരങ്ങളിൽ ഉന്നത വിജയം ലഭിക്കും. വിദേശത്ത് പോകാൻ തടസ്സം നേരിട്ടവർക്ക് തടസ്സം മാറിക്കിട്ടും. ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. അസുഖങ്ങൾ വന്നാൽ ഉടൻ തന്നെ ചികിത്സിക്കണം. കുടുംബജീവിതം സുഖകരമായിരിക്കും. 7ാം ഭാവാധിപൻ 9ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദമ്പതികൾക്ക് സമയം ഗുണകരമാണ്. പങ്കാളിക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പ്രണയിക്കുന്നവർക്കും സമയം കുഴപ്പമില്ല. പക്ഷേ സെപ്റ്റംബർ 18 ശേഷം കുറച്ചുകൂടി നല്ല സമയമായിരിക്കും. ദോഷശാന്തിക്ക് വേണ്ടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനവും വ്യാഴാഴ്ച തോറും പാൽപ്പായസവും നടത്തുക.
അടുത്തതായി മകരം രാശിയെക്കുറിച്ച് സംസാരിക്കാം. ഉത്രേടം, മുക്കാൽ, തിരുവോണം, അവിട്ടമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മകരം രാശി. കർമ്മഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. ശുക്രൻ നീചാവസ്ഥയിലാണ്. രാഹു ശുക്രനെ വീക്ഷിക്കുന്നു. അതുകൊണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്ന് ധാരാളം പണം കയ്യിൽ വരാനുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഷെയർ ബിസിനസ് എന്നിവയിൽ നിന്നാണ് പണം വരുന്നത്. സെപ്റ്റംബർ 16 ശേഷം ശുക്രൻ മാളവീയ യോഗത്തോടുകൂടി സ്വന്തം രാശിയായ തുലാമിലേക്ക് സഞ്ചരിക്കുന്നു. ഈ സമയത്ത് കർമ്മരംഗം വളരെ പുഷ്ടിപ്പെടും. പ്രശസ്തിയും അധികാരങ്ങളും ലഭിക്കും. കൂടാതെ 8-ൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതാപവും പ്രസിദ്ധിയും എല്ലാം നൽകും. സർവ്വരാലും ആദരിക്കപ്പെട്ടവനായി തീരും. വിദ്യ കൊണ്ട് കീർത്തി ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ്. മക്കളെ കൊണ്ട് മാതാപിതാക്കൾ സന്തോഷിക്കും. അവർക്ക് ഉയർന്ന ജോലികൾ ലഭിക്കും. വിവാഹപ്രായമെത്തിയവർക്ക് വിവാഹം നടക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം നടക്കും. അപ്രതീക്ഷിതമായ ധനം കയ്യിൽ വരും. പൂർവിക സ്വത്ത് കയ്യിൽ വരാനുള്ള സമയമാണ്. ധനസമ്പാദനത്തിനുള്ള യോഗം കാണുന്നു. ഈ സമയത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ രവി 9ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. പിതാവിന് അസുഖം, ചെറിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾക്കും പ്രണയിക്കുന്നവർക്കും സെപ്റ്റംബർ 18 ശേഷം അനുകൂല സമയമാണ്. ദോഷശാന്തിക്ക് വേണ്ടി ഗണപതി പ്രീതി നടത്തണം. ശാസ്താവിന് നീരാഞ്ജനവും മുടങ്ങാതെ നടത്തുക. ഇനി അടുത്തതായി കുംഭൻ രാശി. അവിട്ടമര, ചതയം, പൂരിരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് കുംഭൻ രാശി. കർമ്മഭാവാധിപനായ കുജൻ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുടെ സമയമാണ്. വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവർക്ക് ഒരേപോലെ തന്നെ മെച്ചമായ സമയമാണ്. കൃഷിക്കാർക്ക് കൃഷിസ്ഥലങ്ങളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും. 7ര ശനിയുടെ കാലമാണ്. ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അസുഖങ്ങൾ പലതും വരാം. പക്ഷേ സർവേശ്വരകാരകനായ ഗുരു 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാകും. മക്കളെ കൊണ്ട് നല്ല ആനന്ദം അനുഭവിക്കും. മക്കൾക്ക് ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിക്കും. 8-ൽ സഞ്ചരിക്കുന്ന ബുധൻ നിങ്ങൾക്ക് പ്രഭുത്വവും പ്രശംസനീയമായ രീതിയിൽ ജീവിക്കാനുള്ള അവസരവും ഒരുക്കും. കുടുംബത്തിൽ സന്തോഷവും വാഹനം, വീട് എന്നിവയുടെ ലഭ്യതയും കാണിക്കുന്നുണ്ട്. സുഹൃത്തുക്കളുടെ സ്നേഹം ലഭിക്കും. യാത്രകൾ കഴിവതും കുറയ്ക്കണം. രാത്രി സഞ്ചാരം നിശേഷം ഇല്ലാതാക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾക്കിപ്പോൾ 7ര ശനിയുടെ സമയമാണ്. രോഗികളായി കിടക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും. 7-ലും 8-ലും രവി സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദമ്പതികൾ സൂക്ഷിക്കണം. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. പ്രണയിക്കുന്നവർക്ക് സമയം നല്ലതാണ്. ദോഷപരിഹാരത്തിനായി ശനിയാഴ്ച തോറും ശാസ്താവിന് നീരാഞ്ജനവും ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും നടത്തുക. ഇനി അടുത്തതായി മീനൻ രാശിയാണ്. പൂരിരുട്ടാതി, കാൽ, ഉത്തിരിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി. 10ാം ഭാവാധിപൻ 3-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. തൊഴിൽ രംഗത്ത് തടസ്സവും ഉപദ്രവങ്ങളും ഉണ്ടാകും. സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. 7ര ശനിയുടെ സമയമാണ്. ശനി 12-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. അസുഖങ്ങൾ വരാം. ചെലവുകൾ കൂടും. ആരോഗ്യം സൂക്ഷിക്കണം. അപവാദങ്ങൾ ഉണ്ടാകാനുള്ള അവസരവും ഉണ്ടാകും. ഉദരരോഗവും ശാരീരിക ക്ഷീണവും ഉണ്ടാകും. നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ മേൽപ്പറഞ്ഞ അനുഭവങ്ങൾ വളരെ ലഘുവായിട്ടേ നിങ്ങൾക്ക് അനുഭവപ്പെടുകയുള്ളൂ. മെയ് 14 ശേഷം ഗുരു 4ാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചമായിരിക്കും. ശനി എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സമുണ്ടാക്കും. പിന്നീട് കാര്യങ്ങൾ വളരെ മെച്ചമായ നിലയിൽ പൂർത്തീകരിക്കും. ഭൂമി വാങ്ങുന്നതിന് പണം ചിലവാകും. കുടുംബജീവിതം ഭദ്രമാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വളരെ ചഞ്ചലമായിരിക്കുന്ന ഒരു സമയമാണ്. തൽക്കാലം മറ്റു ബന്ധങ്ങളിൽ പോയി ചാടാതിരിക്കാൻ ശ്രമിക്കണം. വ്യാഴവും ശനിയും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കണം. സാങ്കേതികവിദ്യ അഭ്യസിച്ചവർക്ക് നല്ല സമയമാണിപ്പോൾ. പുതിയ വാഹനം വാങ്ങാൻ ശ്രമിക്കാം. യാത്രകൾ കുറയ്ക്കണം. ശാസ്താവിന് നീരാഞ്ജനവും മഹാവിഷ്ണുവിന് പാൽപായസവും നടത്തി ദോഷപരിഹാരങ്ങൾ നടത്തുക. എല്ലാ പ്രയാസങ്ങളും മാറും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.